രേവതി അങ്ങനെ ശ്രുതിയുടെ വായിലൂടെ തന്നെ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതായത് സുധിയുടെയും ശ്രുതിയുടെയും കയ്യിലുള്ള പണം അച്ഛന്റെ റിട്ടയർമെന്റ് കാശാണെന്നുള്ളത്. അതവര് പോലീസിന്റെ സഹായത്തോടെ നീലിമയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചെടുത്ത പണമാണെന്നുള്ള സത്യം ഞെട്ടലോടെ തിരിച്ചറിയാണ് രേവതി. സുധിയും ശ്രുതിയും സംസാരിക്കുന്നത് നല്ല വ്യക്തമായിട്ട് കേൾക്കാണ് കേട്ടോ രേവതി. സച്ചിക്ക് ഒരു ഫോൺ വന്നപ്പോ ആ ഫോൺ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോവായിരുന്നു രേവതി. ആ സമയത്താണ് ഇവരുടെ ഡിസ്കഷൻ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിയുടെ ഫോൺ കയ്യിലുണ്ടായിരുന്നു. ഇവര് പറയുന്നത് നല്ല വ്യക്തമായിട്ട് സച്ചിയുടെ ഫോണിൽ രേവതി റെക്കോർഡ് ചെയ്യാണ്. അങ്ങനെ ഈ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ സച്ചിക്ക് നേരെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. സച്ചിക്ക് ഈ കാര്യം കേട്ട പാടത്തന്നെ ദേഷ്യമാണ് വരുന്നത് കേട്ടോ. ഈ സത്യം തിരിച്ചറിഞ്ഞപ്പോ തന്നെ സച്ചി സുധിയെ വലിച്ചു കീറാൻ വേണ്ടി സുധിയുടെ അടുത്തേക്ക് ചെല്ലാൻ നിൽക്കുമ്പോ രേവതി സച്ചിയെ പിടിച്ചു വിൽക്കുന്നു. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, ഇത് നമുക്ക് അച്ഛനും അമ്മയെ അറിയിക്കണം, അല്ലാതെ സുധിയെ പോയി തല്ലിയിട്ട് എന്താ കാര്യം. അങ്ങനെ അവർ ഈ ഒരു വീഡിയോ അച്ഛനും അമ്മയും കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ് എന്താണെന്ന് അറിയണ്ടേ? എന്തായാലും നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സുധിയെയും ശ്രുതിയാണ്. ശ്രുതിയാണെങ്കിൽ കയ്യിൽ കുറച്ച് പണം എടുത്തോണ്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശ്രുതി മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ പണം എണ്ണുന്നത് കണ്ടിട്ട് ശ്രുതിക്ക് ദേഷ്യം വരാണ്. ശ്രുതി എന്തിനാ ഇങ്ങനെ ഏത് സമയം പണം എടുത്ത് എണ്ണിക്കൊണ്ട് നിൽക്കുന്നത്? അത് പിന്നെ ശ്രുതി, നമ്മള് എടുത്തു വെച്ച പണത്തിൽ നിന്നേ എന്തെങ്കിലും കുറവുണ്ടോന്ന് നോക്കുക. ഇവിടെ പണത്തിനാവശ്യമുള്ള ചിലരുണ്ട്. അതൊക്കെ ശരിയാണ് എന്ന് കരുതി ഏത് സമയം ഇങ്ങനെ പണം എടുത്ത് എണ്ണേണ്ട ആവശ്യമില്ല. ദേ ഇങ്ങനെ കാശ് എടുത്ത് എണ്ണുന്നതായിരിക്കും മറ്റാരെങ്കിലും കണ്ടുവരിക. അപ്പോഴേ ഞാൻ സുധിയോട് പറഞ്ഞതാ ബാങ്കിൽ കിടക്കുന്ന പണം വെറുതെ എടുക്കണ്ടെന്ന്. അപ്പൊ സുധിയാ പറഞ്ഞത് ഒരു 5 ലക്ഷം നമ്മുടെ കയ്യിൽ വെക്കാന്ന്. സുധിയുടെ നിർബന്ധം കൊണ്ട് 5 ലക്ഷം എടുത്ത് നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ചത്. അതിങ്ങനെ ഏത് സമയത്ത് എണ്ണി തിട്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശ്രുതി, നിനക്ക് ഈ പണം പോയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്ന പണമൊന്നുമല്ലല്ലോ, എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമല്ലേ. ഓ, അപ്പൊ എന്നെ സുധി അങ്ങനെയാണ് കാണുന്നതല്ലേ? അയ്യോ ശ്രുതി, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. എനിക്ക് എപ്പോഴും കാശ് കാണുമ്പോഴേ എണ്ണി നോക്കാൻ തോന്നുക. അങ്ങനെയൊന്നും എണ്ണി നോക്കണ്ട സുധി. നമുക്ക് ഈ പണം എത്രയും പെട്ടെന്ന് ബാങ്കിൽ കൊണ്ടിടാം. അതൊന്നും വേണ്ട, ഈ പണം ഇവിടെ തന്നെ ഇരിക്കട്ടെ. അതെ, ഇതിന്ന് കുറച്ചെടുത്ത് നമുക്ക് നമ്മുടെ ചെലവ് കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ? അപ്പൊ സുധി ബിസിനസ് ഒന്നും തുടങ്ങുന്നില്ലേ? അത് തുടങ്ങണം, ഏകദേശം റെഡി ആയിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ ചെലവിന് എന്തെങ്കിലും കാശ് വേണ്ടേ? ആ ബിസിനസ് ഒന്ന് പച്ചപിടിച്ച് കിട്ടുന്നത് വരെ. സുധി, അതൊന്നും വേണ്ട. തൽക്കാലം നമ്മുടെ പാർലറിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നമ്മുടെ ചെലവൊക്കെ നടന്നു പൊയ്ക്കോളൂ. ഈ പണം കൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യണം. അതിലൂടെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റണം. ആദ്യം നമുക്ക് മണിമാളിക പോലെ ഒരു വീടുണ്ടാക്കണം. പിന്നെ കാറ്, ബൈക്ക്, ഒരുപാട് സ്ഥാപനങ്ങള്, ബിസിനസ്, ഇതൊക്കെ ആയിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കണം. അപ്പോ എന്റെ അച്ഛന് കാശ്? ഹോ എന്റെ സുധി, അതിനിടയിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പണം കിട്ടില്ലേ? 50 ലക്ഷം രൂപയൊക്കെ നമുക്ക് നിസ്സാരമല്ലേ? അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാം. അത് കൊടുത്താ മതി. ആ സമയത്ത് നമ്മൾ 50 ലക്ഷം രൂപ കൊടുക്കുമ്പോഴേ അവർക്ക് ജീവിക്കാനും ഒരു മാർഗമാവും. അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. അല്ല ശ്രുതി, അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ജീവിച്ചോട്ടെ. എന്തിനാ ശ്രുതി നമ്മുടെ ജീവിതത്തിലേക്ക് അവരെ വലിച്ചു കയറ്റുന്നത്? ശ്രീകാന്തിനും സച്ചിക്കും അവരെ നോക്കാലോ. ശ്രുതി, നീ പറഞ്ഞത് കറക്റ്റാ. അച്ഛനും അമ്മന്റെ മക്കള് തന്നെയാണല്ലോ ഈ പറഞ്ഞ ശ്രീകാന്തും സച്ചിയും. അത് ശരിയാണ്. സച്ചി നോക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എന്നാലും ശ്രീകാന്ത് നോക്കാൻ മതിയായിരിക്കും. അല്ലേ ശ്രുതി, ഞാനല്ലേ അവരുടെ മൂത്ത മകൻ. അപ്പൊ ഞാനല്ലേ അവരെ നോക്കേണ്ടത്. ദേ ശ്രുതി, അങ്ങനെ മൂത്ത മകൻ ഇളയ മകൻ ഒന്നുമില്ല. ആരുടെങ്കിലും ഒരാളുടെ കൂടെ ജീവിച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം, പോരെ? എന്തായാലും അതൊക്കെ ഇനി നടക്കാനിരിക്കുന്ന കാര്യമല്ലേ ശ്രുതി. അതേക്കുറിച്ചൊന്നും ഇപ്പൊ പറഞ്ഞു വെറുതെ ടെൻഷൻ ആവണ്ട. അത് നീ പറഞ്ഞത് ശരിയാ. വെറുതെ അതേക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ഇത് പറഞ്ഞോണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പണം എണ്ണാണ് കേട്ടോ. ശ്രുതി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? മടിച്ചു നിൽക്കാതെ പറ ശ്രുതി. നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ? അത് പിന്നെ ശ്രുതി, ഞാൻ പറയാൻ പോകുന്ന കാര്യം നല്ല വ്യക്തമായിട്ട് കേൾക്കണം. ഞാൻ കേൾക്കാന്നേ. അത് പിന്നെ ശ്രുതി, ഇപ്പൊ ശ്രുതിയുടെ കയ്യിലുള്ള 5 ലക്ഷം രൂപയല്ലേ? അതിന്ന് ഒരു 2 ലക്ഷം എനിക്ക് തരുമോ? എന്തോന്ന് 2 ലക്ഷോ? എന്തിനാ ഇപ്പൊ ശ്രുതിക്ക് 2 ലക്ഷം? അത് പിന്നെ ശ്രുതി, എനിക്കൊരു ആവശ്യമുണ്ട്. തരാൻ പറ്റില്ല. 2 ലക്ഷം രൂപയൊക്കെ ഒറ്റയടിക്ക് തരാൻ പറ്റുമോ? ശ്രുതി, നമ്മുടെ ഒരു ആവശ്യത്തിനാ. എന്നാലും എന്താവശ്യം ശ്രുതി? അത് പിന്നെ നമ്മുടെ പാർലർ ഒന്നും കൂടി മെച്ചപ്പെടുത്താനാ. അങ്ങനെ മെച്ചപ്പെടുത്തിയാലേ ഒരുപാട് പണക്കാർ നമ്മുടെ പാർലറിലോട്ട് വരും. ശ്രുതി, നമ്മൾ ഓവറായിട്ട് ആഗ്രഹിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ പണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സ് ശ്രുതിക്കുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. എന്നാലും പാർലർ കുറച്ചും കൂടി നന്നാക്കി കഴിഞ്ഞാൽ നല്ല പണക്കാരവിടെ വരും. എന്നാലും ശ്രുതി, 2 ലക്ഷം രൂപയൊക്കെ, 2 ലക്ഷത്തിന് പണിയൊന്നും അവിടെ എടുക്കാനില്ലല്ലോ ശ്രുതി. ഈ ശ്രുതി എന്താ ഇങ്ങനെ? 50 ലക്ഷം കയ്യിലിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്റെ കടം തീർക്കാൻ ഒരു 2 ലക്ഷം ചോദിച്ചിട്ട് ശ്രുതി ഒന്നും തരുന്ന പോലും ഇല്ല. നീ എന്താ ശ്രുതി ആലോചിക്കുന്നേ? ശ്രുതി, ഞാൻ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നിന്റെ കൂടെ നിൽക്കാറില്ലേ? നിന്റെ കടങ്ങളൊക്കെ വീട്ടാറില്ലേ? എന്നിട്ടിപ്പോ എനിക്കൊരു ആവശ്യത്തിന് പണം ചോദിച്ചപ്പോ ശ്രുതിക്ക് തരാൻ പറ്റില്ല അല്ലേ? ശരി, ഇനി എന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പണം അയക്കും.
അതിന്നൊരു ചില്ലി കാശ് പോലും ശ്രുതിക്ക് ഞാൻ തരില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ ശ്രുതി. ദേ, അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ പണം അയച്ചു തന്നാലേ നമ്മൾ ആരാ കോടീശ്വരന്മാര്. അതപ്പോ എനിക്ക് തരാതിരിക്കാൻ പറ്റുമോ? എന്താ ശ്രുതി, ഞാൻ ചോദിച്ച പണം താ. ശരി, പണം തരാം, ബട്ട് വൺ കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? 2 ലക്ഷം ഒന്നും തരാൻ പറ്റത്തില്ല. ഞാൻ ഒരു 20,000 രൂപ തരാം. അത് വെച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിക്കോ. 20,000 രൂപയോ? എന്റെ ശ്രുതി, ഞാൻ ചോദിച്ചത് 2 ലക്ഷമാ. അതിന്റെ ഒരു പകുതിയുടെ പകുതി പോലും ശ്രുതി ഇപ്പൊ പറഞ്ഞില്ലല്ലോ. എന്ത് ചെയ്യാനാ ശ്രുതി, എനിക്ക് പണം ചെലവാക്കാൻ തോന്നുന്നില്ല. ഇപ്പൊ ശ്രുതി കാർ എടുത്തതോ, അത് അധിക ചെലവല്ലേ? അപ്പൊ അതിനൊക്കെ പണം ചെലവാക്കാം. എന്റെ ആവശ്യത്തിന് പണം തരാൻ പറ്റില്ല അല്ലേ? എന്റെ അച്ഛൻ പണം അയക്കുമല്ലോ, അപ്പൊ ഞാൻ ശ്രുതിക്കും തരില്ല. അയ്യോ വേണ്ട, നിനക്കിപ്പൊ 2 ലക്ഷം കിട്ടിയാ പോരെ, ഞാൻ തരാം. നീ തന്നെ എടുത്തോ, ആ ഷെൽഫിൽ ഇരിക്കുന്നുണ്ട്. എന്നാലും ശ്രുതി, 2 ലക്ഷം ഒക്കെ വേണോ? ശ്രുതി ദേ, നീ എടുത്തോ. ഷോ, എന്തിനാ ഇവക്ക് 2 ലക്ഷം രൂപയൊക്കെ? അപ്പോ 50-ന്ന് 2 ലക്ഷം പോയാ പിന്നെ 48 ലക്ഷം. കാറ് വാങ്ങാൻ 2 ലക്ഷം കിഴിച്ചു കഴിഞ്ഞാ പിന്നെ 46 ലക്ഷം. ഷോ, പണം പോകുന്ന വഴി അറിയുന്നില്ല. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ്. രേവതി അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അങ്ങോട്ട് ചന്ദ്രമതി വരുന്നുണ്ട്. എല്ലാം ആയോ? ആയിക്കൊണ്ടിരിക്കുക അമ്മേ. എന്തോന്ന് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്? ദേ, ഇപ്പൊ തന്നെ സമയം എത്ര ആയെന്നാ നിന്റെ വിചാരം? ശ്രുതിക്കൊക്കെ വിശക്കുന്നുണ്ടാവും. അമ്മേ, ഞാൻ റോബോട്ടൊന്നും അല്ലല്ലോ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത്ര പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റില്ല. എനിക്കിതൊക്കെ കഴിഞ്ഞിട്ട് വേണം പൂ വിൽക്കാൻ പോവാൻ. അവള് കോടികളുടെ ബിസിനസ് അല്ലേ പൂ വിറ്റിട്ടുണ്ടാക്കുന്നത്. വല്ല നക്കാപ്പിച്ചയും കിട്ടും. അതിനു വേണ്ടിയാ അവൾ ഇവിടുത്തെ പണിയും പൂർത്തിയാക്കി അതിന് പോകുന്നത്. എടി, നിനക്കൊന്നും വലിയ യോഗത്തിൽ എത്താൻ ഒരർഹതയില്ല. അതുകൊണ്ട് തന്നെ നീയൊന്നും വലിയ സ്ഥാനത്ത് എത്തിപ്പെടില്ല. അതുകൊണ്ടേ നിന്റെ മനസ്സിൽ അതിമോഹം അങ്ങ് ഇറക്കി വെച്ചിട്ട് പണിയെടുക്കാൻ നോക്ക്. നിനക്കൊക്കെ അടുക്കളയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാ പിന്നെ അമ്മ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, എന്നെ ഒന്ന് അടുക്കളയിൽ സഹായിച്ചൂടെ? അമ്മയ്ക്കും അടുക്കള തന്നെയായിരിക്കും പറഞ്ഞിട്ടുള്ളത്. എടി, എന്താ നീ പറഞ്ഞത്? എനിക്ക് അടുക്കളയാണ് പറഞ്ഞിട്ടുള്ളതെന്നോ? ഒരു കാര്യം നീ ആലോചിച്ചോ, ടൗണിന്റെ അടുത്ത് തന്നെ ഈ വീട് എനിക്ക് എന്റെ അച്ഛനെ എഴുതി തന്നതാ. ഇങ്ങനെ ഒരു വീട്ടിൽ നിന്നെ ഞാൻ ഇവിടെ നിർത്തുന്നുണ്ടല്ലോ, അത് തന്നെ നീ വലിയ കാര്യമാക്കി കൂട്ടിക്കോ. നിന്നെ ഞാൻ ഇവിടെ നിർത്താന്ന് രവിയേട്ടനോട് സമ്മതിച്ചതേ നീ ഇവിടുത്തെ ഒരു വേലക്കാരി ആവുമല്ലോ എന്ന് കരുതിയിട്ടാ. പണം കൊടുക്കാതെ എനിക്കൊരു വേലക്കാരിയെ കിട്ടുമല്ലോ, അത്ര മാത്രേ ഉള്ളൂ. അതുകൊണ്ടേ നീ വലിയ ഷൈൻ ചെയ്യൊന്നും വേണ്ട. എന്തായാലും എന്നെങ്കിലും ഒരു ദിവസം അവൻ നിന്നെ ഇട്ടേച്ചു പോകും, ആ സച്ചി. അന്നെങ്കിലും അവൻക്ക് വിവരം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പണക്കാരി പെണ്ണിനെ കിട്ടി അവൻ സന്തോഷമായിട്ട് ജീവിക്കും. ദേ അമ്മേ, അമ്മയുടെ മറ്റു മക്കളെ പോലെയല്ല എന്റെ സച്ചിയേട്ടൻ. അതുകൊണ്ട് അമ്മ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം സച്ചിയേട്ടനുമായിട്ട് ഉപമിക്കേണ്ട. വേറെ ആരെത് ചെയ്താലും സച്ചിയേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സച്ചിയേട്ടന്റെ മനസ്സിലെ നന്മയുണ്ട്, അത് അമ്മ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. എടി, നിന്ന് കുറയ്ക്കാതെ പണിയെടുക്കാൻ നോക്കടി. അവക്ക് എന്നെ കാണുമ്പോഴേ ഇപ്പൊ പത്തിയാർത്തിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട്. നിന്റെ പത്തി ഞാൻ അടിച്ച് താഴ്ത്തി തരാടി. അപ്പോ രവി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്റെ ചന്ദ്രേ, നിന്റെ ശബ്ദം അങ്ങ് പുറത്ത് കവലയെ വരെ കേൾക്കാം. മരുമകളെ പറഞ്ഞപ്പോ അമ്മായിയച്ഛൻ എവിടുന്നാണാവോ എത്തിയത്? അമ്മായിയച്ഛനും മരുമകളല്ല, അച്ഛനും മോളും. അങ്ങനെ പറ. നീ എന്തിനാ എന്റെ ചന്ദ്രേ രാവിലെ തന്നെ ഈ കുട്ടിയെ വെറുതെ ശകാരിക്കുന്നത്? നിങ്ങൾക്ക് ഇവളെ എന്തെങ്കിലും പറഞ്ഞ പിടിക്കില്ലല്ലോ, അപ്പൊ എവിടെന്നെങ്കിലും ഒക്കെ പറഞ്ഞെത്തിക്കോളും. അച്ഛനും മോനും ഇതിന് മാത്രം എന്ത് കൈവശം കൊടുത്തേക്കാണ് ഇവള്? എന്താ ചന്ദ്ര നിന്റെ പ്രശ്നം? ഇവള് തന്നെ എന്റെ പ്രശ്നം. ഇവളോട് മര്യാദക്കേ ഞാൻ ചോദിച്ചത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞുന്ന്. അപ്പൊ ഇവള് പറയുക ഞാനെന്താ റോബോട്ടാണോ ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കി തരാനെന്ന്. അയ്യോ അമ്മ, എന്തിനാ അമ്മ ഇങ്ങനെ കള്ളം പറയുന്നത്? അച്ഛാ, സാധാരണ എല്ലാവരും കഴിക്കാവുന്ന സമയമല്ല ആവുന്നുള്ളൂ. അമ്മയാണെങ്കിൽ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. ഭക്ഷണം ആവാത്തതിന് സമയം ഒരുപാടായെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതാ എല്ലാം ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ ഞാൻ റോബോട്ടല്ലെന്ന്. അത് മോള് പറഞ്ഞത് ന്യായമല്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവളുടെ കൂടെ നിക്കത്തല്ലേ ഉള്ളൂ. ദേ എടി, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു നിൽക്കാം. നീ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കണം. ഇപ്പൊ നീ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? സാമ്പാറും മോരുകറിയും പാവക്ക തീയലും ഉണ്ട്. ഇത് കേട്ടപ്പോ തന്നെ രവി പറഞ്ഞത്, ആഹാ, മോരുകറിയും പാവക്ക തീയലും ഉണ്ടോ? എന്നാ പിന്നെ ഇന്നത്തെ സദ്യ ഉഷാറായി. എങ്ങനെ? ശ്രുതിക്ക് ഈ പാവക്ക തീയലൊന്നും ഇഷ്ടമല്ല, അതിവക്ക് നന്നായിട്ട് അറിയുന്നതാ. അവക്ക് ഇഷ്ടമല്ലെങ്കിലേ അവള് വേണ്ടത് വെച്ചുണ്ടാക്കിക്കോളും ചന്ദ്രേ. എല്ലാം ഈ പാവത്തിനെ കൊണ്ട് എന്നെ ചെയ്യിപ്പിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? മോളെ, ഈ പറഞ്ഞതൊക്കെ സച്ചിക്ക് നല്ല ഇഷ്ടാണ് കേട്ടോ. എനിക്കറിയാച്ചാ, ഇന്നലെ ഓട്ടം കഴിഞ്ഞു വന്നപ്പോഴാ സച്ചേട്ടൻ ഇതൊക്കെ കൊണ്ടു തന്നത്. ഇതൊന്നും ശ്രുതിക്ക് ഇഷ്ടമല്ല. ചിക്കനും മീനും ഒക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് അതൊന്നും ഉണ്ടാക്കാഞ്ഞത്? 2-3 ദിവസമായിട്ട് ചിക്കനും മീനും അല്ല അമ്മേ. അപ്പൊ പിന്നെ ഇന്ന് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി. പറ്റത്തില്ല. നീ പോയിട്ടെ ശ്രുതിയോട് ചോദിക്ക് എന്താ വേണ്ടതെന്ന്. എന്നിട്ട് അവക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്ക്. ദേ, പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രവി പറയുന്നുണ്ട്, മോളെ, നീ ഇവള് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ഇല്ലേ, അതൊക്കെ മതി. പിന്നെ മോളെ, ഇവളിങ്ങനെ പറയുന്നതൊക്കെ അനുസരിക്കാൻ നിന്നിട്ടാ എല്ലാം മോൾക്ക് തലയിലേറ്റേണ്ടി വരുന്നത്. എല്ലാം കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കരുത്. എന്നാലും ആവശ്യമില്ലാത്തത് കണ്ടില്ലെന്ന് എന്നെ വെക്കണം. എന്നാ പിന്നെ മോളുടെ പണിയെടുത്തോ. ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് മോളുടെ സമയം കളയുന്നില്ല. അല്ല, സച്ചി എവിടെ പോയി?
സച്ചേട്ടൻ പുറത്ത് കാണല്ലോ, കാറ് വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓ, ഇവന് പിന്നെ ഏത് നേരവും കാറ് വാഷ് ചെയ്യുന്ന പണിയാ. ഓ, ഭാര്യ കൊടുത്ത കാറാണല്ലോ, അപ്പൊ പിന്നെ അതിന്റെ തിളക്കം മങ്ങാതെ സൂക്ഷിക്കണം. ഇതും പറഞ്ഞൊരു തഗ്ഗിട്ടോണ്ട് അവിടുന്ന് രവി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് കേട്ടോ. രേവതി മുറിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സച്ചയുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ ഇത് എവിടെ പോയി? സച്ചേട്ടാ, സച്ചേട്ടാ. ഷോ, ഈ സച്ചേട്ടൻ എവിടെ വിളി കേൾക്കുന്നില്ലല്ലോ. ആ ശ്രീകാന്തെ, സച്ചേട്ടനെ കണ്ടോ? സച്ചേട്ടൻ സച്ചേട്ടൻ പുറത്തോണ്ട് കാറ് വാഷ് ചെയ്തോണ്ടിരിക്കുക. അയ്യോ, ഇദ്ദേഹം ഇതുവരെ കാറ് വാഷ് ചെയ്ത് കഴിഞ്ഞില്ലേ? എത്ര നേരായെന്നാ രേവതിയെടുത്തി. എന്തായാലും മഴക്കാലമായതുകൊണ്ട് കിണറ്റിലെ വെള്ളം പറ്റത്തില്ല. ശരി ശ്രീകാന്തെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ഏട്ടത്തി. ഇതും പറഞ്ഞുകൊണ്ട് രേവതി ഫോൺ എടുത്തോണ്ട് താഴോട്ട് ഇറങ്ങാൻ നിൽക്കാണ്. അപ്പോഴാണ് ശ്രുതിയുടെ മുറിയുടെ മുന്നിലെത്തുന്നത്. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, ഷോ, ഇനിയും മുകളിലേക്ക് എന്നെ കയറണം. ശ്രുതിക്ക് എന്താ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് ചോദിച്ചിട്ട് പോവാം. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ മുറിയിലോട്ട് ചെല്ലുന്നത് കേട്ടോ. അങ്ങനെ മുറിയിലോട്ട് കയറാൻ നിൽക്കുമ്പോഴാണ് ശ്രുതിയുടെയും സംസാരം രേവതി നല്ല കൃത്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ദേ ശ്രുതി, ഇതൊക്കെ നോക്കിയും ഉപയോഗിക്കണേ. എന്റെ അച്ഛന്റെ പണമാണ്. ദേ ഇപ്പൊ തന്നെ നോക്കിയേ, 50 ലക്ഷം രൂപയിൽ ഇപ്പൊ 46 ലക്ഷം രൂപയായി. എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത്? ശ്രുതിയും കാറ് വാങ്ങാൻ വേണ്ടി 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് എടുത്തില്ലേ? ഇനിയും ശ്രുതിക്ക് അതിലേക്ക് കാശ് വേണം. അത്രയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. വെറും ഒരു 2 ലക്ഷം രൂപയല്ലേ? ഇത് ആവശ്യത്തിനല്ലേ ഞാൻ വാങ്ങിക്കുന്നത്. എന്തായാലും ഉപകാരത്തിനാണല്ലോ. അതാലോചിക്കുമ്പോ ആശ്വാസം. അത് കേട്ടപ്പോ രേവതി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് എന്റെ അച്ഛന്റെ പണം എന്നല്ലേ? അത് ശ്രുതിയുടെ അച്ഛൻ അയച്ചു കൊടുത്ത പണമല്ലേ? അപ്പോഴാണ് ശ്രുതി പറയുന്നത്, ശ്രുതി, നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഇത്. നമുക്ക് എങ്ങനെയെങ്കിലും ബിസിനസ് ചെയ്ത് പച്ച പിടിച്ചിട്ട് ഈ പണം അദ്ദേഹത്തിന് തിരികെ കൊടുക്കണം. അതെ ശ്രുതി, എനിക്കത് കൊടുക്കാനിട്ടേ എന്റെ ഉള്ളിൽ ഒരു വീർപ്പുമുട്ടൽ പോലെ. ഇത് കേട്ടപ്പോ രേവതി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അയ്യോ, അപ്പൊ അത് നമ്മുടെ അച്ഛന്റെ കാശാണോ? ഇതെന്തായാലും റെക്കോർഡ് ചെയ്യണം. അച്ഛന്റെ പണം കയ്യിൽ വെച്ചുകൊണ്ട് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ച പണമെന്ന് പറയുക. പാവം നമ്മുടെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണ ഒറ്റ നിമിഷം കൊണ്ട് ശ്രുതി കളഞ്ഞു കുടിച്ചത്. എന്നിട്ടിപ്പോ ആ പണം തിരികെ കിട്ടിയിട്ട് അത് അച്ഛനെ തിരികെ ഏൽപ്പിക്കാതിരിക്കുകയാണോ? ഇതെന്തായാലും റെക്കോർഡ് ചെയ്തിട്ട് സച്ചേട്ടൻ അറിയിച്ചേ പറ്റൂ. ഹോ, ഭാഗ്യത്തിന് സച്ചേട്ടന്റെ ഫോൺ കയ്യിലുണ്ടായത് നന്നായി. ഇതും പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ഓൺ ആക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ റെക്കോർഡ് തന്നെയാണ് ഓൺ ആക്കുന്നത്. വീഡിയോ സഹിതം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം രേവതി ഫോണിൽ പകർത്താണ്. പിന്നീട് അവിടെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ രേവതി ഫോണിൽ പകർത്തുന്നുണ്ട്. അങ്ങനെ ശ്രുതി പണം എടുത്ത് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കാണ്. അപ്പൊ തന്നെ രേവതി അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് രേവതിയെ കാണുന്നുണ്ട്. ശ്രുതി, രേവതി എന്താ? അത് പിന്നെ ശ്രുതി, ഇന്നുച്ചയ്ക്ക് ശ്രുതിക്ക് എന്തുണ്ടാക്കണമെന്ന് ചോദിക്കാൻ വന്നതാ. അമ്മ പറഞ്ഞയച്ചതാ. ഓ, അങ്ങനെ. അല്ല, ഇന്ന് രേവതി എന്താ ഉണ്ടാക്കിയത്? സാമ്പാറും മോരുകറിയും പാവക്ക തീയലും ഉണ്ട്. ഓ, എന്നാ പിന്നെ തൽക്കാലം ഇന്ന് അത് മതി. നീ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ട. ശരി ശ്രുതി. ഇത് കേട്ടപ്പോഴാണ് ശ്രുതി അവിടെ ഓടി വരുന്നത്. എന്തോന്ന് പ്രത്യേകിച്ച് ഉണ്ടാക്കണ്ടെന്നോ? ഈ പാവക്ക തീയലും സാമ്പാറും മോരുകറിയും ഒക്കെ ആർക്ക് വേണം? ദേ, എനിക്കുണ്ടല്ലോ നല്ല ചിക്കൻ കുറുമക്കറി കഴിക്കാൻ തോന്നുന്നു. ശ്രുതി, നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാം. വെറുതെ ഇന്ന് രേവതി റെസ്റ്റ് എടുത്തോട്ടെ. എങ്കിൽ പിന്നെ രേവതി റെസ്റ്റ് എടുത്തോട്ടെ. രേവതി പോയിക്കോ, റെസ്റ്റ് എടുത്തോ. രണ്ടുപേരും കിട്ടിയ പണം കൊണ്ട് ദൂർത്തടിക്കുക. ആവശ്യത്തിന് ചിലവാക്കുകയാണെങ്കിൽ പോട്ടേന്ന് കരുതാം. ഇതൊരുമാതിരി. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ സച്ചേട്ടൻ അറിയിച്ചേ പറ്റൂ. എന്താ രേവതി ആലോചിക്കുന്നേ? ഒന്നുമില്ല. എങ്കിൽ ശരി, നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. രേവതി പൊയ്ക്കോ. അങ്ങനെ രേവതി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചേട്ടൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. സച്ചേട്ടാ, സച്ചേട്ടാ. രേവതി, ദേ ഇവിടെ ഇവിടെ ഇവിടെ. ഓ, സച്ചേട്ടൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ? എത്ര നേരമായി കാറ് കഴിക്കാൻ തുടങ്ങിയിട്ട്? അത് പിന്നെ രേവതി, എന്റെ ഭാര്യ എനിക്ക് വാങ്ങിച്ചെന്ന കാറല്ലേ. ഇതെപ്പോഴും ഇങ്ങനെ വെട്ടിത്തിളങ്ങിക്കൊണ്ട് നിൽക്കണം. കൂടുതൽ വെട്ടിത്തിളക്കിയാലേ കാറിന്റെ ചന്തം പോവും. സച്ചേട്ടൻ അവിടെ ഇരുന്നോ. എന്താ രേവതി, നീ എന്താ കുത്തി പറയുന്ന പോലെ? കുത്തി പറയാ തന്നെയാ. എന്താ സച്ചേട്ടന് കൊണ്ടോ? കൊണ്ടു. എന്തോന്നാ സച്ചേട്ട ഇത്? ആരെങ്കിലും കണ്ടോണ്ട് വരും. കണ്ടോട്ടെ രേവതി, നമ്മൾ ഭാര്യയും ഭർത്താവല്ലേ. തന്നെ പ്രൈവസി ഇല്ലാത്ത ഭാര്യയും ഭർത്താവും. അത് നീ പറഞ്ഞത് കറക്റ്റാ. സച്ചേട്ടൻ എന്റെ കൂടെ ഒന്ന് വന്നേ. സച്ചേട്ടനോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ആ പറച്ചില്ല തന്നെയുണ്ട്, എന്തോ കാര്യമായിട്ടുണ്ടെന്ന്. സച്ചേട്ടാ, രേവതി നീ പറ. സച്ചേട്ടൻ ആദ്യം ഒന്നിങ്ങ് വന്നേ. ഇതിവിടെ വെച്ച് പറയാൻ പറ്റിയ കാര്യമില്ല, വാ. ഇതും പറഞ്ഞ് സച്ചയെ പിന്നാമ്പുറത്തേക്ക് വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ രേവതി. എന്റെ രേവതി, നീ കാര്യം പറ, മനുഷ്യനെ വലിച്ചു പിടിച്ചോണ്ട് പോവാതെ. സച്ചേട്ടാ, ദേ ഞാനൊരു കാര്യം കാണിച്ചുതരാം. അത് കണ്ട എടിപിടിന്ന് ഓരോന്നും പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കരുത്. അങ്ങനെ എന്ത് കാര്യം നീ പറയാൻ പോകുന്നത്? ആദ്യം ഞാൻ കാര്യം പറയാം, എന്നിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം. വീഡിയോയോ? സച്ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് ആദ്യം കേൾക്ക്. ശരി, നീ പറയുന്ന കേൾക്കാം, നീ പറ. അതിനു മുമ്പ് സച്ചേട്ടൻ എനിക്കൊരു വാക്ക് താ. എന്ത് വാക്ക്? അതായത് ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് സച്ചേട്ടൻ പൊട്ടിത്തെറിക്കരുത്. ശാന്തമായി കാര്യങ്ങളൊക്കെ കേൾക്കുക, എന്നിട്ട് ശാന്തമായി ഒരു തീരുമാനം എടുക്കുക. അപ്പൊ എന്നെ എന്തോ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. സച്ചേട്ടാ,
പറ രേവതി, ഞാനേ ശാന്തമായി കേൾക്കാം. അത് പിന്നെ സച്ചേട്ടാ, സുധിയുടെ അച്ഛൻ ഇപ്പൊ മലേഷ്യന്ന് 25 ലക്ഷം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ബാക്കി പിന്നാലെ വരുമെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നാലേ അവരുടെ കയ്യില് 50 ലക്ഷം രൂപ തികച്ചുണ്ട്. 50 ലക്ഷോ? 50 ലക്ഷം അവരുടെ കയ്യിലുണ്ട്. 50 ലക്ഷം ഒക്കെ ഉണ്ടല്ലേ? ഉണ്ടായിക്കോട്ടെ, അതിനെന്താ? പാർലറേറ്റത്തിന്റെ അച്ഛൻ അയച്ചു കൊടുത്തതല്ലേ? അല്ല. പിന്നെ ആ പണം അച്ഛന്റെ റിട്ടയർമെന്റ് കാശാ. അച്ഛന്റെ റിട്ടയർമെന്റ് കാശോ? അതവൻ കൊണ്ടേ കളഞ്ഞ്. ആ ദ്രോഹി ഉണ്ടല്ലോ, അവൻ കൊണ്ടേ ആ പണം കളഞ്ഞു കുടിച്ച്. അല്ല സച്ചേട്ടാ, ആ നീലിമ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ പണമാണിത്. ആ ഫ്രോഡിനെ അല്ലായിരുന്നു അവൻ പ്രണയിച്ചിരുന്നത്. അവളുടെ കയ്യിൽ നിന്ന് പോലീസിന്റെ സഹായത്തോടെ അവര് പണം വാങ്ങിച്ചെടുത്തു. എന്ത് നടക്കാത്ത സ്വപ്നം. അവള് വല്ല കാനഡയിലിട്ട് പോയെന്നല്ല അവൻ പറഞ്ഞത്. അപ്പൊ പിന്നെ എവിടുന്ന് ആ പണം കിട്ടുക? അത് പാർലറേറ്റത്തിന്റെ അച്ഛൻ അയച്ചു കൊടുത്ത പണമായിരിക്കും എന്റെ രേവതി. ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചത്. നിങ്ങൾക്ക് തെളിവ് വേണ്ടേ? സച്ചിയുടെ നിന്ന് സുധിയുടെ വീഡിയോ എടുത്തില്ലേ, അതുപോലെ ഞാനും എടുത്തു. ഇത് വെച്ച് അവരൊരു പാഠം പഠിപ്പിക്കണം. ഇതും പറയുന്നുണ്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കാണ്ട് സച്ചിക്ക്. ആ വീഡിയോ കണ്ട പടത്തിന് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോ ഇവരുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ പണം റിട്ടയർമെന്റ് കാശാണ് അച്ഛന്റെ. അതേ സച്ചേട്ടന് വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ അവന് ഇപ്പൊ സച്ചേട്ടൻ എനിക്കൊരു വാക്ക് തന്നു, ശാന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാന്ന്. എന്റെ കൈ തരിച്ചു നിൽക്കുക രേവതി, അവനിട്ടൊന്ന് പൊട്ടിക്കാൻ. നാണമില്ലാത്തവൻ. ആ പണം തിരികെ വാങ്ങിച്ച് അവൻ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ ആ പണം തിരികെ കൊണ്ടുകൊടുക്കട്ടെ. പകരം അവൻ വലിയ ബിസിനസ്മാൻ ആവാൻ പോകുന്നു. അവന്റെ ഭാര്യയുടെ അച്ഛൻ മലേഷ്യന്ന് അയച്ച പണമെന്നും പറഞ്ഞിട്ട്. ആ പാർലറേറ്റത്തിൽ പറഞ്ഞു കൊടുത്ത വിദ്യയായിരിക്കും ഇത്. അവർ പണ്ട് ഒരു തരികിടെ. സച്ചേട്ടാ, ഇപ്പൊ വെറുതെ പ്രശ്നം ഉണ്ടാകണ്ട. നമുക്ക് ഈ വിവരം അച്ഛനോട് പറഞ്ഞാലോ? എന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അച്ഛൻ മാത്രമല്ല, അമ്മ അറിയണം. അവരവരുടെ മകനെ തലയിൽ വെച്ച് നടക്കുകയല്ലേ. സത്യങ്ങളൊക്കെ അറിയട്ടെ. അപ്പൊ പിന്നെ പാർലറേറ്റത്തിന്റെ കാര്യം ഒരു തീരുമാനമാവും. അത് സച്ചേട്ടൻ ഞാൻ പറഞ്ഞത്. അച്ഛനോടും അമ്മയോടും ഡിസ്കസ് ചെയ്തിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാന്ന്. എന്നാലും അവൻ ചെയ്ത പണി നോക്കണ്ടേ രേവതി? അവൻ അവളുടെ വാക്കും കേട്ട് അവനൊരു ഇച്ചിരി പോലും അച്ഛനോട് അമ്മയോട് സ്നേഹവും ഇല്ലല്ലോ. ഇവൻ എങ്ങനെ നന്നാവാനാ രേവതി? ആ സമയത്ത് അങ്ങോട്ടേക്ക് രവി വരുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ഇവിടെ നിൽക്കണോ? അത് പിന്നെ അച്ഛാ. എന്തു പറ്റി? അച്ഛാ, അച്ഛനെ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇതെന്താ? സുധിയും ശ്രുതിയാണല്ലോ. ഇതെന്താ വല്ല നാടകോ? ഇതും പറഞ്ഞുകൊണ്ട് രവി ആ വീഡിയോ കാണുക കേട്ടോ. അപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ രവി തിരിച്ചറിയുന്നത്. വീഡിയോ കണ്ട പാടത്തന്നെ രവി പറയുന്നുണ്ട്, എന്റെ കാശാണോ അപ്പോ സുധിയുടെയും കയ്യിലുള്ളത്? അതെ അച്ഛാ, നല്ല പച്ചയ്ക്ക് അച്ഛന്റെ മകൻ അച്ഛനെ പറ്റിക്കുക. സുധി എന്താടാ ഇങ്ങനെ? അച്ഛാ, പൗഡർ എടുത്തി സുധിയെ വലയിലാക്കി വെച്ചേക്കുക. പ്രത്യേകിച്ച് സുധിയെ പറഞ്ഞിട്ട് കാര്യമില്ല. അവനൊരു പൊട്ടനല്ല മണ്ട. അച്ഛാ, നമുക്ക് ആ കാശ് അർഹതപ്പെട്ടതാ. എത്രയും പെട്ടെന്ന് അത് തിരിച്ചു വാങ്ങിച്ചേ പറ്റൂ. അതെ, ആ പണം തിരിച്ചു വാങ്ങിക്കണം. ആ ശ്രുതി എന്തൊക്കെ കള്ളങ്ങളാ പറയുന്നത്. അവളുടെ അച്ഛൻ പണം അയച്ചു എന്നും ആ പണം കൊണ്ട് ബിസിനസ് തുടങ്ങാൻ പോവാണെന്നൊക്കെ. മോനെ, എന്റെ മനസ്സ് പറയുന്നു ശ്രുതി ആളത്ര ശരിയല്ലെന്ന്. ശ്രുതിയെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും അന്വേഷിച്ചിട്ടില്ല. അവളുടെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും മറ കാണോ മോനെ? അങ്ങനെ ഒരു അച്ഛൻ മലേഷ്യയിൽ കാണോ? അത് തന്നെ അച്ഛൻ എന്റെയും സംശയം. പക്ഷേ അമ്മ അവളെ തലയിലെടുത്തോണ്ട് നടക്കുമല്ലേ. അവരനുഭവിക്കട്ടെ. അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റിയതൊക്കെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി എപ്പിസോഡ് എന്തായാലും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. ചന്ദ്രമതി സത്യങ്ങൾ അറിയുന്ന എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പൊ ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ബൈ ഗൈസ്.